1000 ഒറ്റ കോയിൻ ഇന്ത്യൻ റുപ്പീന് കണ്ടില്ല എന്ന് ആരും പറയരുത് കേട്ടോ. അത് 1000 ഒറ്റ കോയിനാണത്. 1000 മാത്രമല്ല 500 ഉണ്ട്. ഇതുണ്ടില്ലേ, കാണില്ലേ റഷ്യ? ശരിക്കും കാണില്ലേ? 500 ഇതാ അതിന്റെ ബാക്ക് ഉണ്ട് നിങ്ങൾ. ഇതാണ് അതിന്റെ ബാക്ക് സൈഡ് വരുന്നത്. അതേപോലെ 1000 ബാക്ക് ഞാൻ കാണിച്ചു തന്നിട്ടില്ലല്ലോ. അതാണ് 1000 ബാക്ക് ഒന്ന് കണ്ടാലിട്ടാ. ഇതൊന്നും എപ്പോഴും കാണാൻ കിട്ടൂല. ഇനി ഇതാണ് 525 ഒറ്റ കോയിന്. 525 ഒറ്റ കോയിന് ബാക്ക് സൈഡും കണ്ടാളി, ഫ്രണ്ടും കണ്ടാളി. ഇനി ഇതാ 150 ഒറ്റ കോയിന്. ഇത് കണ്ടോരുണ്ടത്, ഇതിന്റെ മുന്നത് കണ്ടോളുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കമന്റ് ചെയ്തോളി കേട്ടോ. പോസ്റ്റ് ചെയ്താണ് ഇപ്പൊ തന്നെ ഒന്ന് കമന്റ് ചെയ്തോളി. അല്ലാത്തോളം തുടർന്ന് കണ്ടോളി. ഇനി ഒരുപാട് കാണാണ്ട്. ഇതിങ്ങനെ 1000 500 കോയിനുകൾ കാട്ടുമ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾ 10 കോടിന്റെ ഒറ്റ നോട്ടാണിത്. 10 കോടിന്റെ ഒറ്റ നോട്ട്. ഇതെന്താന്ന് അറിയാം നിങ്ങൾക്ക്? ഇത് എറിയാനുള്ള കല്ലല്ല. ഇത് 20 ലക്ഷത്തോളം പൈസ, നിരോധിച്ച പൈസകള് പൾപ്പാക്കി അടിച്ച് കട്ടാക്കി വെച്ച സാധനമാണ്. ഇതിങ്ങനെ ഒക്കെ നീർത്തി ലെവലാക്കിയാൽ ഏതാണ്ട് 20 ലക്ഷത്തോളം ഉറുപ്പ്യ ഇതുമേലുണ്ടാവും. ഇനി ഇതുകൊണ്ട് നോക്കിയിട്ടാവും നമ്മളെ പഴയ നമ്മളെ മുഗളന്മാർ ഉപയോഗിച്ചിട്ടുള്ള ഒന്നുണ്ട്. അടുത്തേക്ക് കാണിച്ചു കൊടുത്ത റഷ്യ. ഇതിങ്ങനെ പഴയ മുഗളന്മാർ ഉപയോഗിച്ച സാധനങ്ങളാണ്. പല ഐറ്റം ഉണ്ട് കേട്ടോ. കണ്ടില്ലേ? നമ്മളിപ്പോൾ മൊബൈലിൽ ഇപ്പം നിങ്ങൾ ഈ വീഡിയോ ഒക്കെ വളരെ സിമ്പിളായിട്ട് വളരെ ഫ്രീ ആയിട്ടാണ് കാണുന്നത്. പക്ഷെ പണ്ടൊക്കെ റേഡിയോ ടെലിവിഷനൊക്കെ കാണാൻ ലൈസൻസ് വേണ്ടിയിരുന്നു. ആ ലൈസൻസ് ആണിത്. 1980 പക്ഷേ 1980 ഇതിലിപ്പോൾ എന്താണ് KR എന്തോ ഒരു പേര്, രാജൻ, ലാസ്റ്റ് രാജൻ എന്നാണ്. അതായത് ഇത് ഒരു ലൈസൻസ് ആണ് ഇട്ടത്. അതായത് റേഡിയോ ടെലിവിഷൻ ലൈസൻസ് എടുക്കണേ. തല കണ്ടാളി. അപ്പൊ ഇങ്ങനെ ഒരു ലൈസൻസ് ഉള്ളവർക്കാണ് പണ്ട് റേഡിയോ കേൾക്കാൻ പറ്റിയിരുന്നത്. ഇപ്പൊ നമുക്ക് ഇന്റർനെറ്റിൽ റേഡിയോ ഓൺ ആക്കിയാൽ 10,000 ചാനലും പാട്ടും സംവിധാനങ്ങളൊക്കെയാണ് അല്ലെ. ഇങ്ങനൊക്കെ ഒരു കാലഘട്ടം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. കണ്ടില്ലേ? ഇതെന്താണ് നിങ്ങൾ എങ്ങനെയുണ്ട് ലോക്കറ്റ്? നമ്മുടെ ആദിവാസികൾ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളാണിട്ടത്. ഏതെങ്കിലും കൊള്ളണില്ല, അത് കൗത്തിൽ കൊള്ളൂല, കൈമലും കൊള്ളണില്ല. അവിടെ ഉള്ളവരൊക്കെ പണ്ടുള്ളവരൊക്കെ തടി പറഞ്ഞ ആൾക്കാരായതുകൊണ്ട് ഇതുണ്ട്. അതിൻ്റെ ഒക്കെ ലോക്കറ്റും അതിൻ്റെ ഒക്കെ വർക്കും കണ്ടാണ് നിങ്ങൾ. ഇതൊക്കെ ഇപ്പം വരണയിൽ ചിലപ്പോൾ മോഡലായിട്ടൊക്കെ വരുന്നുണ്ടാവും. ഇതാണ് വേറൊരു ഐറ്റം. കണ്ടില്ലേ? ഇതൊരു സാധനമാണ്. ഇതിൻ്റെ കൗത്തിൽ കൊള്ളും. എങ്ങനെയുണ്ട്? നടന്നാലും എങ്ങനാ? സൂറത്ത് യാസീന് ചെമ്പിന്റെ പ്ലേറ്റിൽ കൊത്തിയതാണിത്. അതിലൊന്ന് ഒച്ച ഉണ്ടാക്കി കൊടുത്ത റഷ്യ. ചെമ്പിന്റെ പ്ലേറ്റിൽ കൊത്തിയതാണിത്. ഏതായാലും കരീമാഷിന്റെ കളക്ഷനുകളാണ് കേട്ടോ ഇതൊക്കെ. ഇതുമ്മിൽ തീർന്നിട്ടില്ല. നമുക്ക് ഇതിൽ ഒരുപാട് ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചില സാധനങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾക്കൊള്ളിക്കുന്നത്. എന്തൊക്കെ ആയിരുന്നു മലപ്പുറം കത്തി. ആ മലപ്പുറം കത്തിയാണ്ടത്. ഇത് മാൻകൊമ്പാണല്ലേ മാഷെ? മാൻകൊമ്പ് പിടിയായി വരുന്ന മലപ്പുറം കത്തികൾ ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെതാ ഈ കുറ്റി. ഇത് നമ്മളൊക്കെ ഉപയോഗിച്ച് മറന്ന സാധനങ്ങളാണ്. 5 പൈസ 10 പൈസ അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ഇവിടുന്ന് ഇങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ നമ്മളെ ഓട്ടമുക്കാൽ മുതൽ അവിടെ തന്നെയല്ല തുടങ്ങുന്നത് മാഷെ, കരിമാഷെ. അങ്ങനെയാണ് തുടങ്ങിയിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിലെ AR നഗർ കക്കാടംപുറം ഗവൺമെന്റ് UP സ്കൂളിന്റെ 100ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് റാന്തൽ എക്സ്പോയിലാണ് ഈ സാധനങ്ങളുണ്ട്. ഇത് മാത്രമല്ല ഒരുപാട് സാധനങ്ങളുണ്ട്. ഫെബ്രുവരി 12, 13 അങ്ങനെ 2 ദിവസങ്ങളിലായിട്ടാണ് ഈ ഒരു മെഗാ എക്സ്പോ നടക്കുന്നത് കേട്ടോ. ഞാൻ 12-ാം തീയതി വളരെ വൈകുന്നേരം ഒരു ക്ലോസ് ചെയ്യാൻ നേരത്താണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഫുഡ് ഫെസ്റ്റ് മിസ്സായി. അതുപോലെ കുട്ടികളുടെ ഒരുപാട് സ്റ്റാളുകൾ എനിക്ക് മിസ്സായി. എന്തായാലും 1-ാം പക്കം ഞാൻ കണ്ട കൗതുകമുള്ള ചില സാധനങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലെ കക്കാടംപുറം ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും PTA കമ്മിറ്റിയെയും അധ്യാപകരെയും നാട്ടുകാരെയും ഒക്കെ ഞാൻ പ്രത്യേകം പ്രശംസിക്കുകയാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ. അതുപോലെ തന്നെ സകലം ചാനലിനെ ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചതിലുള്ള സന്തോഷവും അറിയിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം.